ഇവിടെ ഈ യൂറിൻ പബ്ലിക് പാസ് ചെയ്യുന്നില്ലേ, അതിനെപ്പറ്റി അത് ആരും ഒന്ന് ക്ലിയർ ചെയ്യാത്തെന്താ? പുനലൂർ ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ മൂക്ക് പത്താതെ ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പബ്ലിക്കായിട്ട് അവിടെ കയറി കാര്യം സാധിച്ച് പോകുന്നൊരവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കാൻ വയ്യാത്തൊരവസ്ഥ കണ്ടില്ലേ. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. പബ്ലിക്കായിട്ടാണ് ഇവിടെ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അവർ ഈ വണ്ടിയുടെ കാര്യങ്ങൾ മാത്രമേ അവർ നോക്കത്തുള്ളൂ. ബ്രോ, ഇവിടെ ഈ യൂറിൻ പബ്ലിക് പാസ് ചെയ്യുന്നില്ലേ, അതിനെപ്പറ്റി അത് ആരും ഒന്ന് ക്ലിയർ ചെയ്യാത്തെന്താ? നമ്മൾ പറയാറുണ്ട്, അവർ കേൾക്കാറില്ല. അവിടെ യൂറിന് വേണ്ടിയിട്ട് സ്ഥലം കൊടുത്തിട്ടുണ്ട്, താഴോട്ട് ഇറങ്ങും. പക്ഷെ ഇവരാരും നമ്മളറിയത്തില്ല. 12 മണിക്ക് ശേഷം നമുക്ക് ഡ്യൂട്ടി ഇല്ല. 12 മണിക്ക് ശേഷം വണ്ടി വരുന്നുണ്ട്. ഇവിടെ അവരാരാ പോകുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. അതാ ഇങ്ങനെ സ്മെല്ല് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഉള്ള സമയത്ത് ഇവിടെ ഇങ്ങനെ മൂത്രമൊഴിക്കുമ്പോൾ നിങ്ങൾ പറയാറില്ലേ? പറയാറുണ്ട്, കേൾക്കാറില്ല. നമ്മൾ അവിടെ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകും. നിങ്ങൾക്ക് വണ്ടി നോക്കുന്ന ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ അല്ലേ? അല്ലാതെ ഇത് നമ്മൾ പറയാറുണ്ട്, കേൾക്കാറില്ല. ശരി ബ്രോ. എല്ലാ വണ്ടിയും കിടക്കുന്ന മൊത്തം TN ആണ്. സോ വണ്ടി നിർത്തുന്നു, അവിടെ മൂത്രമൊഴിക്കുന്നു, പരസ്യമായിട്ട് മൂത്രമൊഴിക്കുന്നു. ഇവിടുത്തെ കടക്കാരും ആരും ഒന്നും ചോദിക്കാറില്ല, കാരണം കടക്കാർക്ക് കച്ചവടമാണ് വലുത്. സോ മൊത്തത്തിലുള്ള പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരുടെ ഉത്തരവാദിത്വം തന്നെയാണ് ഇവിടെ വൃത്തിയാക്കുക എന്നുള്ളത്. ഈ കാണുന്നത് മൂവാറ്റുപുഴയിലോട്ട് പോകുന്ന റൂട്ടാണ്. ഇത് നമ്മുടെ പുനലൂർ തൂക്കുപാല. അപ്പോൾ ഈ സൈഡിലായിട്ട് ഈ സ്നാനഘട്ടം കൊടുത്തിട്ടുണ്ട്. പുനലൂരിൽ വരുന്ന അയ്യപ്പ ഭക്തന്മാർക്കായിട്ട് സ്നാനഘട്ടം കൊടുത്തിട്ടുണ്ട്. 30 രൂപയ്ക്ക് വെജിറ്റേറിയൻ മീൽസും പിന്നെ പേ ആൻഡ് യൂസ് ടോയ്ലറ്റൊക്കെ ഇവിടെ അതിനായിട്ടുള്ള സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഗവൺമെൻറ് ഇവിടെ എന്തായാലും പ്രോപ്പറായിട്ടുള്ള സജ്ജീകരണം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ചെയ്യാത്തത്